ഹലോ ഓൾ, എല്ലാവർക്കും മൈക്രോബയോട്ടിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് സത്യത്തിൽ ക്ലാസ് അല്ല, നമ്മളൊരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും കണ്ടതുപോലെ നിങ്ങൾക്ക് പലർക്കും മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കാം, ചിലർക്കൊന്നും മെസ്സേജ് വന്നിട്ടില്ല. മൈക്രോബയോളജിസ്റ്റിൻ്റെ എക്സാം കൺഫർമേഷൻ വന്നിട്ടുണ്ട് കൊടുക്കാൻ. നമുക്ക് 22-ാം തീയതി ഏപ്രിൽ 22-ാം തീയതി മുതൽ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാം. മെയ് 11 വരെയാണ് ഡേറ്റ്. സോ നമുക്കൊരു ജൂലൈയിൽ എക്സാം എക്സ്പെക്റ്റ് ചെയ്യാം. മേ ബി ഫസ്റ്റ് വീക്കൊക്കെ അടുപ്പിച്ച് ഇൻ ബിറ്റ്വീൻ ജൂലൈയിൽ നമുക്ക് എന്തായാലും എക്സാം എക്സ്പെക്റ്റ് ചെയ്യാം. സോ അപ്പം നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 17 ക്ലാസ്സസോളം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യാൻ കാരണം എല്ലാവരും സാനിറ്ററി കെമിസ്ട്രിന് വേണ്ടിയിട്ടും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. മാത്രമല്ല നമുക്കൊരു സിലബസ് വരാത്തത് കൊണ്ട് എങ്ങനെയാണ് ക്ലാസ്സസ് ഇനി അങ്ങനെയുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ പിന്നെ കുറച്ച് നമ്മുടെ വിഷു അങ്ങനെയുള്ള ഉത്സവകാലങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്തത്. പക്ഷേ നേരത്തെ പോലെ മുൻപത്തെ പോലെ തന്നെ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഡെയിലി ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ക്ലാസ്സുകളെടുത്ത് സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും കൺഫർമേഷനൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ചൂടുണ്ടായിരിക്കും പഠിക്കാനൊക്കെ. സോ അതുപോലെ ആ ഒരു ഇതിൽ നിന്ന് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മൾ കൂടുതലിനി പ്രീവിയസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെലിഗ്രാം ചാനലിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസർ വേറെ സ്റ്റേറ്റ്സിലൊക്കെ എക്സാംസ് നടന്നിട്ടുണ്ട്, അവിടുത്തെ ക്വസ്റ്റ്യൻസും ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ വീഡിയോസൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അതേപോലെ നമുക്ക് കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ബേസിക്കലി ഇപ്പം നമ്മൾ വിളിച്ചിരിക്കുന്ന മൈക്രോബയോളജിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയാണ്. അപ്പം ഒരു എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജി ഫുഡ് അങ്ങനത്തെ ഒരു ബേസിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ മെഡിക്കൽ ആസ്പെക്ട്സിലോട്ട് പോകുന്നതിലും കുറച്ചും കൂടെ ഒരു 60-70% ക്വസ്റ്റ്യൻസൊക്കെ ഒരു എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജി ആസ്പെക്ട്സിലായിരിക്കും നല്ലത്. പിന്നെ ടെക്നിക്സൊക്കെ കൂടുതലായിട്ട് നമ്മൾ നോക്കിപ്പോകും. അപ്പം ഇനി നമ്മളുടെ സിലബസിൽ കുറേ ഏരിയാസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഇനിയും സിലബസിൽ നമ്മൾ ബയോടെക്നോളജി കവർ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഫുഡ് മൈക്രോബയോളജിയുടെ കുറച്ച് പോർഷൻസ് ഉണ്ട്. പിന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ വരുന്ന ദിവസങ്ങളിലെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കൺഫർമേഷൻ മറക്കാതെ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക. ബി അലേർട്ട്. 22 മുതൽ നമുക്ക് കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാൻ സാധിക്കും. താങ്ക് യു ഓൾ.